നമസ്കാരം. വർക്കിംഗ് ക്ലാസിൻ്റെ വീഡിയോകൾ കണ്ടും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തുമൊക്കെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ വീഡിയോ അവതരിപ്പിക്കുകയാണ്. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം, എല്ലാ സർക്കാർ ജീവനക്കാരും ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പമാണ് ഇൻകം ടാക്സിൻ്റെ അവസാന ഗഡു അടയ്ക്കുന്നത്. ഒരു സാമ്പത്തിക വർഷത്തെ കൃത്യമായ ടാക്സ് കണക്കാക്കി ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുകയും അത് ഓഫീസിൽ നൽകുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കൃത്യമായ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്ന കുറച്ചധികം സൈറ്റുകളും സോഫ്റ്റ്വെയറുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിക്കുന്നതിന് കുറച്ചൊക്കെ കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം, അല്ലെങ്കിൽ ഒരു ടാക്സ് പ്രൊഫഷണലിൻ്റെ സഹായം ആവശ്യമാണ്. എന്നാൽ ഇന്നിവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത ഏതൊരു സാധാരണക്കാരനും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വെബ്സൈറ്റാണ്. ഇതിനായി നമ്മുടെ കയ്യിൽ ആകെ വേണ്ടത് നമ്മുടെ ഈ വർഷത്തെ സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. അത് നമുക്ക് സ്പാർക്കിൽ നിന്നും എടുക്കാനും കഴിയും. അതെങ്ങനെയെന്ന് മറ്റൊരു വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സ്പാർക്കിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് നമ്മുടെ സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ആദ്യം പെൻ നമ്പർ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. ഇനി ആ സെക്യൂരിറ്റി കോഡ് എൻ്റർ ചെയ്യുക. സൈൻ ഇൻ ചെയ്യുക. ഇവിടെ നമുക്ക് ആ ഇൻകം ടാക്സ് എന്നുള്ള ആ ഒരു ഹെഡിന് തൊട്ട് താഴെയുള്ള സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേര്, നമ്മുടെ സ്ഥാപനം, ഇവിടെ ഏത് ഇയർ ആണെന്ന് കാണിച്ചിരിക്കും. നമുക്കിപ്പോൾ 2022-23 2022 എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വെളിയിൽ മാറ്റി ക്ലിക്ക് ചെയ്താൽ മതി. 2023 അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. പ്രൊസീഡ് കൊടുക്കുക. ആർ യു ഷുവർ ടു പ്രൊസീഡ്? ഓക്കെ. നമ്മുടെ സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിനെ ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് നമ്മൾ മിനിമൈസ് ചെയ്ത് കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഇട്ടേക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ സൈറ്റിനെ ഒന്ന് പരിചയപ്പെടാം. അതിൻ്റെ പേര് Ecostat.com എന്നാണ്. ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ കുറെ ഉദ്യോഗസ്ഥർ ചേർന്നാണ്. ഇതിൽ ഇൻകം ടാക്സ് കാൽക്കുലേറ്റർ അല്ലാതെ തന്നെ മറ്റു കുറച്ചധികം കാര്യങ്ങൾ കൂടിയുണ്ട്. ഉദാഹരണമായി, ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് എഴുതാൻ താല്പര്യപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ചധികം മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അതിൽ നമ്മുടെ മാർക്ക് കാര്യങ്ങളെല്ലാം എത്ര കിട്ടി എന്നൊക്കെ നമുക്ക് അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ പേ റിവിഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് മാസ്റ്റർ സ്കെയിൽ ഓഫ് പേ, അതിലൊന്നാണ് നമ്മുടെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റർ. അത് ഓരോ വർഷവും അവർ ഇൻകം ടാക്സ് കാൽക്കുലേറ്റർ പ്രസിദ്ധീകരിക്കാറുണ്ട്. അതിൽ ഇപ്രാവശ്യം ഇൻകം ടാക്സ് കാൽക്കുലേറ്റർ 2022-23 പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇതിലാണ് നമ്മൾ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായി ആദ്യം നമുക്ക് ഇൻകം ടാക്സ് എന്ന ഹെഡിൽ ചെല്ലാം. അവിടെ ടാക്സ് കാൽക്കുലേറ്റർ 2022-23 എന്നുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലൊരു ഇന്റർഫേസ് വരും. ഇതിൽ നമുക്ക് ഒരു വ്യക്തിയുടെ മാത്രം ടാക്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് നമുക്ക് ഈ ഒരു ഡയറക്റ്റ് പേര്, പാൻ നമ്പർ, ഡെസിഗ്നേഷൻ, ഓഫീസ് ഇത്രയും കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. എന്നാൽ ഒരാൾക്ക് ഒന്നിലധികം ആൾക്കാരുടെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ലോഗിൻ ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് നമുക്ക് സൈനപ്പ് ചെയ്ത് ചെയ്യാം. നമ്മളിപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഒരാൾക്ക്, ഒരു എംപ്ലോയിക്ക് എങ്ങനെ തൻ്റെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ആദ്യം നെയിം എൻ്റർ ചെയ്യുന്നു. നെയിം എൻ്റർ ചെയ്തു. അതിനുശേഷം പാൻ നമ്പർ, തൽക്കാലത്തേക്ക് ഞാനിവിടെ 00 കൊടുക്കുകയാണ്. നമുക്ക് പാൻ നമ്പർ അറിയാമെങ്കിൽ അത് തന്നെ എൻ്റർ ചെയ്യണം. ഡെസിഗ്നേഷൻ എൻ്റർ ചെയ്തു. ഇനി നമ്മുടെ ഓഫീസിൻ്റെ പേര് എൻ്റർ ചെയ്തു. ഇത്രയുമായപ്പോൾ ബേസിക് കാര്യങ്ങൾ തീർന്നു. അപ്പോൾ പേര് എൻ്റർ ചെയ്തു. 10 ഡിജിറ്റുള്ള പാൻ നമ്പർ എൻ്റർ ചെയ്തു. അതിനുശേഷം നമ്മുടെ ഡെസിഗ്നേഷൻ, നമ്മുടെ ഓഫീസ് നെയിം, ഇത്രയും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കാറ്റഗറി സെലക്ട് ചെയ്യുകയാണ്. ഇൻഡിവിജ്വൽ കാറ്റഗറി ആണെങ്കിൽ
അത് ബിലോ 60 ഇയേഴ്സ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യണം. പിന്നെ സീനിയർ സിറ്റിസൺ പെൻഷനേഴ്സിനാണെങ്കിൽ 60-79 വയസ്സ്. ഇപ്പോൾ 60 വയസ്സ് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിനൊക്കെ 60 വയസ്സ് വരെയാണ് പെൻഷൻ പ്രായം. അപ്പോൾ അതുകൊണ്ട് സീനിയർ സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് 60-നും 79-നും ഇടയ്ക്കുള്ള പ്രായമുള്ളവരാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അവർക്ക് 80 ഇയേഴ്സ് ഓർ മോർ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ സ്ലാബ്, ടാക്സിന്റെ സ്ലാബ് സെലക്ട് ചെയ്യാണ്. അത് ഓൾഡ് റെജീമാണോ ന്യൂ റെജീമാണോ എന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓൾഡ് റെജീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് സേവിങ്സ് കൂടുതലും വരുമാനം കുറവുമാണെങ്കിൽ അത് ഓൾഡ് റെജീം ആയിരിക്കും ഏറ്റവും നല്ലത്. സേവിങ്സ് വളരെ കുറവും എന്നാൽ വരുമാനം കൂടുതലുമാണെങ്കിൽ അവർക്ക് ന്യൂ റെജീം ആയിരിക്കും നല്ലത്. നമ്മളിവിടെ ഓൾഡ് റെജീം സെലക്ട് ചെയ്യുന്നു. ഓൾഡ് റെജീം സെലക്ട് ചെയ്താലും ന്യൂ റെജീം സെലക്ട് ചെയ്താലും ലാസ്റ്റിൽ നമുക്ക് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇതിൽ ഏതാണ് ബെറ്റർ എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് സെലക്ട് ചെയ്താലും പ്രശ്നമില്ല. നമ്മളിവിടെ ഓൾഡ് റെജീം തന്നെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഗ്രോസ് സാലറി അല്ലെങ്കിൽ പെൻഷൻ എൻറ്റർ ചെയ്യാനുള്ള കോളമാണ്. സാലറീഡ് എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഓരോ മാസത്തെയും മാർച്ച് തൊട്ട് ഫെബ്രുവരി വരെയുള്ള ഓരോ മാസത്തെയും ഗ്രോസ് സാലറി അവിടെ എൻറ്റർ ചെയ്യണം. പെൻഷനേഴ്സ് ആണെങ്കിൽ അവർക്ക് ഓരോ മാസവും കിട്ടുന്ന പെൻഷൻ അവിടെ എൻറ്റർ ചെയ്യണം, മാർച്ച് മുതൽ ഫെബ്രുവരി 23 വരെ. ഇവിടെ ഞാൻ മാർച്ച് മുതൽ ഫെബ്രുവരി വരെയുള്ള മുഴുവൻ ഗ്രോസ് സാലറിയും എൻറ്റർ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ മറ്റ് വരുമാനങ്ങളെക്കുറിച്ച് ഉള്ള എൻട്രികൾ പരിശോധിക്കാം. DA അരിയർ നമുക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ എൻറ്റർ ചെയ്യാം. പേ റിവിഷൻ അരിയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എൻറ്റർ ചെയ്യാം. മറ്റെന്തെങ്കിലും അരിയർ, ഒരു ഇൻക്രിമെന്റ് അരിയറോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ലീവ് സറണ്ടർ, ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിനും പാർട്ട് ടൈം ജീവനക്കാർക്കും എല്ലാം കഴിഞ്ഞ പ്രാവശ്യം ലീവ് സറണ്ടർ കയ്യിൽ വാങ്ങിയതാണ്, അതവിടെ എൻറ്റർ ചെയ്യാം. ഫെസ്റ്റിവൽ അലവൻസ്, എല്ലാവരും ഫെസ്റ്റിവൽ അലവൻസ് എൻറ്റർ ചെയ്യാവുന്നതാണ്. കാരണം എല്ലാവർക്കും കഴിഞ്ഞ പ്രാവശ്യം 2750 രൂപ വെച്ച് കിട്ടിയതാണ്. മറ്റേതെങ്കിലും ഇൻകം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എൻറ്റർ ചെയ്യാം. അപ്പോൾ ഇത്രയും ആയപ്പോൾ അരിയർ ഡീറ്റെയിൽസ് ആൻഡ് അതേഴ്സ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് റെന്റാണ്. നമ്മൾ റെന്റ് പേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പോർഷൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം, അടുത്ത പോർഷനിലേക്ക് പോകാം. ഞാനിവിടെ റെന്റ് പേ ചെയ്യുന്നില്ല, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യുകയാണ്. അടുത്തത് നമ്മുടെ ഡിഡക്ഷൻ ഡീറ്റെയിൽസ്. ഈ ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാലറിയിൽ നിന്ന്, ഗ്രോസ് സാലറിയിൽ നിന്ന് ഡയറക്റ്റ് ഡിഡക്റ്റ് ചെയ്യാവുന്ന ഡിഡക്ഷൻസ് ആണ്. കൺവെയൻസ് അലവൻസ്, ചില ഡിപ്പാർട്ട്മെന്റുകൾ കൺവെയൻസ് അലവൻസ് ഉണ്ട്, വാഹന ചെലവ്. പ്രൊഫഷൻ ടാക്സ് പെയ്ഡ്, അത് നമ്മളെല്ലാവരും പേ ചെയ്തിട്ടുള്ളതാണ്. അത് ഇപ്പോൾ നോർമൽ എല്ലാവർക്കും കാറ്റഗറി ഒന്നും വ്യത്യാസമില്ലാതെ തന്നെ 1250 രൂപ വെച്ച് തന്നെയാണ്. ആ സ്ലാബ് ഇതുവരെ മാറാത്തതുകൊണ്ട് 1250 വെച്ച് 2 ഹാഫിൽ നമ്മൾ കൊടുക്കുന്നു, 2500 രൂപ. ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് മാക്സിമം നമുക്ക് 2 ലക്ഷം രൂപ വരെ ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് നമുക്ക് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടുമല്ലോ. ആ ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ തൽക്കാലം ഇവിടെ ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് ഞാൻ കൊടുക്കുന്നില്ല. മെഡിക്ലെയിം, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു മെഡിക്ലെയിം ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മെഡിസപ്പ് ഉണ്ട്. ആ മെഡിസപ്പിൽ നമ്മൾ എത്ര തവണ അടച്ചു? ഒരു തവണ 500 രൂപയാണ്. നമ്മളിവിടെ 9 തവണ അടച്ചിട്ടുണ്ട്. അപ്പോൾ 500 ഗുണം 9, 4500 രൂപ നമ്മളിവിടെ മെഡിക്ലെയിം എഴുതിയിട്ടുണ്ട്. അടുത്തത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് മെന്റലി ഓർ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഡിപ്പെൻഡൻസ്. നമ്മുടെ ഏതെങ്കിലും ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഡിപ്പെൻഡൻസിന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെന്റിന് നമുക്ക് ഒരു തുക, അത് 1.25 ലക്ഷം രൂപ വരെ മാക്സിമം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. അതിന്റെ മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കമന്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയാവുന്നതാണ്. മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഫോർ സ്പെസിഫൈഡ് ഡിസീസസ്, ചില രോഗങ്ങൾക്ക്, നമുക്ക് ക്യാൻസർ തുടങ്ങിയുള്ള ചില രോഗങ്ങൾക്ക് ട്രീറ്റ്മെന്റിനുള്ള എമൗണ്ട് നമുക്കവിടെ ഡിഡക്റ്റ് ചെയ്യാൻ കഴിയും. അടുത്ത ഇൻട്രസ്റ്റ് പെയ്ഡ് ഫോർ എഡ്യൂക്കേഷൻ ലോൺ ടേക്കൺ ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേ ചെയ്തിട്ടുള്ള തുക നമുക്ക് ഡയറക്റ്റ് ഡിഡക്ഷനിലാണ് വരുന്നത്. ഡൊണേഷൻ ടു വേരിയസ് ചാരിറ്റബിൾ ആൻഡ് അതർ ഫണ്ട്സ് ഇൻക്ലൂഡിംഗ് PM's നാഷണൽ റിലീഫ് ഫണ്ട്. പ്രധാനമന്ത്രിയുടെ ഏതെങ്കിലും ദുരിതാശ്വാസ പദ്ധതിയിലോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പദ്ധതിയിലോ നമ്മൾ പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എൻറ്റർ ചെയ്യാം. കോൺട്രിബ്യൂഷൻ മെയ്ഡ് ടു പൊളിറ്റിക്കൽ പാർട്ടി ഓർ ഇലക്ടറൽ ട്രസ്റ്റ്, നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അതുപോലെ ഡിഡക്ഷൻ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഒരു പേഴ്സൺ, ഡിപ്പെൻഡന്റ് അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സ്റ്റാഫ് തന്നെ ഒരു ഡിസേബിൾ പാർട്ടി ആണെന്നുണ്ടെങ്കിൽ അതിന് തുക നമുക്ക് കുറയ്ക്കാവുന്നതാണ്, 75,000. അതുപോലെ തന്നെ മാക്സിമം 1.25 ലക്ഷം രൂപ വരെ. ആ രീതിയിൽ കുറച്ചധികം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്.
അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളിവിടെ കുറച്ച് കാണിക്കുക. അതിനുശേഷം എനി അതർ മറ്റേതെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി നമ്മൾ ഇവിടെ കുറച്ച് കാണിക്കുക. അപ്പോൾ അടുത്തത് നമ്മുടെ ATC ഡിഡക്ഷന്റെ ഡീറ്റെയിൽസ് ആണ്. നമുക്കറിയാം ATC എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപ വരെയാണ് നമുക്ക് പരമാവധി കുറയ്ക്കാൻ കഴിയുന്നത്. അതിൽ നമ്മുടെ GPF കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, SLA ഉണ്ടാവും, GIS ഉണ്ടാവും, LIC ഉണ്ടാവും. അത്തരം ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ എൻറ്റർ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് LIC ആണ്. നമുക്ക് LIC വല്ലതും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് എത്രയാണെന്ന് നോക്കാം. നമ്മുടെ സാലറി ലോൺ സ്റ്റേറ്റ്മെന്റിന്റെ ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ LIC 18,708 രൂപ നമ്മൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് LIC അടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പർച്ചേസ് ഓഫ് NSC കോൺട്രിബ്യൂഷൻ ടു GPF, അതിൽ സബ്സ്ക്രിപ്ഷൻ വരാം, നമ്മുടെ DA അരിയർ മെർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരാം, പേരുവിഷൻ അരിയർ വരാം. അതെല്ലാം ചേർത്തിട്ടുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ ടു GPF ആണ് അടുത്തത്. അത് ഞാൻ 1,20,000 രൂപ എൻ്റെ PF കോൺട്രിബ്യൂഷൻ ഉണ്ട്, അത് ഞാൻ എൻ്റർ ചെയ്തു. അടുത്തത് കോൺട്രിബ്യൂഷൻ ടു SLI, GIS, FBS, GPIS തുടങ്ങിയവ. SLI ഞാൻ മാസം തോറും അടയ്ക്കുന്ന തുകയും GIS അടയ്ക്കുന്ന തുകയും അതുപോലെ തന്നെ FBS ഉണ്ടെങ്കിൽ അത്, GPIS നമ്മൾ വർഷത്തിലൊരിക്കൽ അടയ്ക്കുന്ന നമ്മുടെ പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് സ്കീമിന്റെ തുകയും എല്ലാം കൂടി ചേർത്ത് ഒരു 20,000 രൂപ ഉണ്ടെന്ന് വെക്കുക. ഞാൻ അതുകൂടി എൻ്റർ ചെയ്തു. അതിനുശേഷം മറ്റ് ഡീറ്റെയിൽസ് ആണ് ടേം ഡിപ്പോസിറ്റ്, പർച്ചേസ്, നമ്മളെല്ലാം നോക്കുക. നോക്കിയതിന് ശേഷം ട്യൂഷൻ ഫീസ് ഉണ്ടെങ്കിൽ ആ ട്യൂഷൻ ഫീസ് ഇവിടെ എൻ്റർ ചെയ്യുക. ട്യൂഷൻ ഫീസ് ഞാനൊരു മാസം ഒരു 1,000 രൂപ വെച്ച് 12 മാസം കൊടുത്തുവെങ്കിൽ 12,000 രൂപ ട്യൂഷൻ ഫീസ് കൊടുക്കുന്നു. എത്ര കൊടുത്താലും നമുക്കിവിടെ മാക്സിമം എത്രേ പറ്റുള്ളൂ? 1,50,000 പറ്റുള്ളൂ. ഹൗസിംഗ് ലോണിന്റെ റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പലാണ്. പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് നേരത്തെ ഡയറക്റ്റ് കുറയ്ക്കാമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് മുതലും പലിശയുണ്ടല്ലോ, ആ മുതലടയ്ക്കുന്നത് എത്രയാണെന്ന് നോക്കുക. എനിക്ക് ഹൗസിംഗ് ലോൺ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്യുകയാണ്. പിന്നെ മറ്റ് ഷെയർസിൽ PPF അക്കൗണ്ട്, സബ്സ്ക്രിപ്ഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട്സ് ഓഫ് നബാർഡ്, ഇങ്ങനെ പല രീതിയിലുള്ള ഡിഡക്ഷൻസ് ഉണ്ട്. അത് നമുക്ക് എല്ലാം കൂടെ ചേർത്താലും എത്രയേ വരത്തുള്ളൂ? 1,50,000 രൂപ വരെ മാത്രമേ നമുക്കത് ഡിഡക്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതെല്ലാം എൻ്റർ ചെയ്തു. ഇനി അതുപോലെ എനി അതർ, നമുക്കിവിടെ ആക്ച്വലി ഇപ്പോൾ തന്നെ 1,50,000 കഴിഞ്ഞു. പിന്നെ നമ്മളത് എൻ്റർ ചെയ്തിട്ട് കാര്യം വരുന്നില്ല. അത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യുന്നത് എമൗണ്ട് ഓഫ് ടാക്സ് ഓൾറെഡി ഡിഡക്റ്റഡ് ഫ്രം സാലറി. നമ്മുടെ TDS നമ്മൾ എത്ര അടച്ചു എന്നുള്ളതാണ്. TDS ഞാൻ മാസം ഒരു 5,000 രൂപ വെച്ച് അടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ 12 മാസം പോട്ടെ, 11 മാസം, നമ്മൾ ഫെബ്രുവരിയിലെ കൂട്ടുന്നില്ല, നമ്മൾ ജനുവരി വരെ അടച്ചിരിക്കുന്നത് 11 മാസം 5,000 രൂപ വെച്ചിട്ട് 55,000 രൂപ എൻ്റെ TDS പിടിച്ചിട്ടുണ്ട്. അതുകൂടി ഞാൻ എൻ്റർ ചെയ്തു. അതിനുശേഷം ഞാൻ കാൽക്കുലേറ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. കാൽക്കുലേറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇതുപോലെ ഒരു ടേബിളാണ് കിട്ടുന്നത്. ഇതിൽ ഓൾഡ് റെജീമും ന്യൂ റെജീമും എഴുതിയിട്ടുണ്ട്. ഓൾഡ് റെജീമിൽ എൻ്റെ നെറ്റ് ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് 5,34,070 ആണ്. ന്യൂ റെജീമിൽ 7,36,570. ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം ഓൾഡ് റെജീം പ്രകാരം 19,314. ന്യൂ റെജീം അനുസരിച്ച് 36,157. ഇവിടെ നമുക്കറിയാം, നമുക്ക് സേവിങ്സ് കുറവായതുകൊണ്ടാണ് നമുക്കിവിടെ എന്ത് സംഭവിക്കുന്നത്? ന്യൂ റെജീമിൽ ടാക്സ് വളരെ കൂടുതലായി വരുന്നത്. ടോട്ടൽ ടാക്സ് എന്ന് പറയുന്നത് 36,157 ആണ്. നമുക്ക് ഏതാണ് ലാഭകരം? ഓൾഡ് റെജീമാണ്. 19,314 ഉള്ളൂ. നമ്മൾ ഓൾറെഡി ടാക്സ് അടച്ചിട്ടുള്ളത് 55,000 രൂപ നമ്മുടെ TDS. ഈ 55,000 രണ്ട് ഭാഗത്തും ഉണ്ടാകും. അപ്പോൾ ഓൾഡ് റെജീമിൽ നമുക്ക് ഇനി അടയ്ക്കേണ്ട ടാക്സ് -34,913. അതായത് നമുക്ക് 34,913 രൂപ നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് തിരികെ കിട്ടും. ന്യൂ റെജീമിലാണെങ്കിലോ 17,397 രൂപയെ നമുക്ക് തിരികെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഏതാണ് ലാഭം? ഓൾഡ് റെജീമാണ് നമുക്ക് ലാഭം. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തതും ഓൾഡ് റെജീമായിരുന്നു. എക്കോസ്റ്റാറ്റ് നമുക്ക് ചൂസ് ചെയ്ത് തന്നിരിക്കുന്നതും ഈ ഓൾഡ് റെജീം തന്നെയാണ്. ഇപ്പോൾ ഈ ഓൾഡ് റെജീമും ന്യൂ റെജീമും തമ്മിലുള്ള വ്യത്യാസവും കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഈ ടേബിൾ നമുക്കിനി ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വേണം ഓഫീസിൽ കൊടുക്കേണ്ടത്. ആ സ്റ്റേറ്റ്മെന്റ് നമുക്കിപ്പോൾ ഡൗൺലോഡ് ചെയ്യാം. അതിനായി നമ്മൾ ഫോം 12BB ക്ലിക്ക് ചെയ്യുകയാണ്. ആ ഫോം ഇവിടെ ഡൗൺലോഡായി വന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഷോയിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് ക്ലെയിംസ്
ബൈ ആൻ എംപ്ലോയി ഫോർ ഡിഡക്ഷൻ ഓഫ് ടാക്സ് അണ്ടർ സെക്ഷൻ 192. ഇതിൽ നമ്മുടെ അബ്സ്ട്രാക്റ്റ് എല്ലാം ഇതിൽ രേഖപ്പെടുത്തി വന്നിട്ടുണ്ട്. ഇതിന് ഏറ്റവും താഴെയായി ഒരു വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൽ നമ്മൾ സൈൻ ചെയ്ത് നമുക്കിത് ഓഫീസിൽ കൊടുക്കാവുന്നതാണ്. ഇത്രയുമാണ് നമുക്ക് ടാക്സ് കാൽക്കുലേഷനിൽ എക്കോസ്റ്റാറ്റ് പ്രയോജനപ്പെടുന്നത് എങ്ങനെയെന്നുള്ള ഒരു പാഠം. ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് പഴയ പേജിലേക്ക് പോകാം. അവിടെ നമുക്ക് ഫോം 16 കൂടി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഫോം 16 നമ്മൾ ഫോം 16ൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ ഫോം 16 ആണ്. നമ്മുടെ പേരുണ്ട്, നമ്മുടെ പാൻ നമ്പർ എല്ലാം ഉണ്ട്. ഇതാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ ടാക്സ് സ്റ്റേറ്റ്മെന്റായി നമ്മൾ ഓഫീസിൽ കൊടുക്കാൻ കഴിയുന്ന മറ്റൊരു ഫോം. നമ്മൾ 12BBയുടെ ഒരു ഫോം നേരത്തെ ഡൗൺലോഡ് ചെയ്തിരുന്നു. ഇത് നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെന്റായി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇതിൽ നമ്മുടെ ഗ്രോസ് സാലറി, അതിൽ നിന്നുള്ള ഡിഡക്ഷൻസ് മുഴുവൻ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ ATC, മറ്റ് ഡിഡക്ഷൻസ് ഡയറക്റ്റ് ഡിഡക്റ്റ് ചെയ്യാവുന്നത്, അതെല്ലാം തന്നെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്ത റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കും നമുക്ക് സഹായിക്കുന്നത്. ഇതിൻ്റെയും കൂടി വെരിഫിക്കേഷൻ നടത്തിയ ശേഷം നമുക്കിതിൻ്റെ ഒരു കോപ്പി നമുക്ക് സൂക്ഷിക്കാം. ഒരു കോപ്പി വേണമെങ്കിൽ ഓഫീസിൽ നൽകുകയും ചെയ്യാം. അപ്പോൾ ഇതോടുകൂടി ഈ അധ്യായം അവസാനിക്കുകയാണ്. എല്ലാവർക്കും എക്കോസ്റ്റാറ്റ് ഉപയോഗിച്ച് ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ധാരണ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.